The bill proposes Sports Regulatory Board of India for regulating the governance of National Olympic Committee, National Paralympic Committee, National Sports Federations, Regional Sports Federation and its affiliated units. ഇതാണ് ഏറ്റവും ആ ബില്ലിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു സംഭവം. ഒരു സ്പോർട്സ് റെഗുലേറ്ററി ബോർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്പോർട്സ് റെഗുലേറ്ററി ബോർഡാണ് ആ ഗവേണൻസ് ബില്ലിൽ ഏറ്റവും അപകടകരമായി നിൽക്കുന്ന ഒരു സാധനം. ഇത് മൊത്തത്തിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, എല്ലാ നാഷണൽ ഫെഡറേഷൻസും, എല്ലാ സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷനും ഇതിനെയാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ അത് ഒളിമ്പിക് ചാർട്ടറിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. സ്പോർട്സ് റെഗുലേറ്ററി ബോർഡ് ഷാൽ ഗ്രാൻഡ് recognition to National Olympic Committee, National Paralympic Committee, National Sports Federations, Regional Sports Federation and their affiliated units. അതായത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കുന്ന അതിൻ്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് പ്രിൻസിപ്പൽ സെക്രട്ടറി അങ്ങനെയുള്ള ആൾക്കാരടങ്ങുന്ന ഒരു ഗവേണിംഗ് ഒരു റെഗുലേറ്ററി ബോർഡ് വരികയും ആ റെഗുലേറ്ററി ബോർഡാണ് ഇന്ത്യയിലെ സ്പോർട്സ് ഫെഡറേഷനുകൾക്ക് നാഷണൽ ഫെഡറേഷന് അംഗീകാരം കൊടുക്കേണ്ടതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നാഷണൽ ഫെഡറേഷൻസ് മാത്രമല്ല, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനകത്തും നാഷണൽ പാരാ ഒളിമ്പിക് കമ്മിറ്റിക്കകത്തും അതുപോലെ തന്നെ റീജിയണൽ സ്പോർട്സ് ഫെഡറേഷൻ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റീജിയണൽ സ്പോർട്സ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ഈ സ്പോർട്സ് ഗവേണൻസ് ബില്ലിനകത്ത് അത് ഏകദേശം പറഞ്ഞു പോകുന്നത് സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷനുകളെയും സ്റ്റേറ്റ് അസോസിയേഷനുകളാണ്. പിന്നെ അതിനകത്ത് ഒരു വേർഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ദെയർ അസോസിയേറ്റ്സ്. ഇത് വളരെ അപകടം ചെയ്യുന്ന കാര്യമാണ്. അപകടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ചാർട്ടറിന് ഘടകവിരുദ്ധമാണ്. കാരണം ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഇക്കാര്യത്തിൽ ഒളിമ്പിക് ചാർട്ടറിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ അധികാരങ്ങൾ ഒരു ഗവൺമെൻറ്റിന് ഒരു ഫെഡറേഷൻ സ്പോർട്സ് ഫെഡറേഷന് മേൽ കൊണ്ടുവരാം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഘടകവിരുദ്ധമായിട്ട് എന്തെങ്കിലും പുതിയ നിയമനിർമ്മാണമോ അല്ലെങ്കിൽ പുതിയ നിയമങ്ങളോ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫെഡറേഷന് ഇന്ത്യൻ ഒളിമ്പിക് അല്ലെങ്കിൽ നാഷണൽ ഒളിമ്പിക് കമ്മിറ്റിക്കോ നാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെയും ഇൻ്റർനാഷണൽ ഫെഡറേഷന് നാഷണൽ സ്പോർട്സ് ഫെഡറേഷനുകളെയും വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്ത് നിർത്താൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഓർമ്മ വരുമെന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 കൊല്ലത്തിന് മുമ്പ് ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട്, ഫുട്ബോൾ ആൾക്കാരുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സംഭവം ഉണ്ടായി. ഫുട്ബോൾ ഫെഡറേഷനടുത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് ഇതെല്ലാം നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് ഉൾപ്പെടുത്താൻ യാതൊരു കാരണവശാലും പറ്റാത്ത കാരണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രശ്നത്തിൽ അത് ഇൻ്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നിയമത്തിന് എഴുതാൻ അല്ലെങ്കിൽ അവരുടെ ഗൈഡ് ലൈൻ എതിരായിരുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഫുട്ബോൾ ഫെഡറേഷനെ ഇൻ്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ സസ്പെൻഡ് ചെയ്ത് നിർത്തും എന്ന് പറഞ്ഞു. അങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയാൽ ഉണ്ടാകുന്ന കാര്യം എന്താണ്? നമ്മുടെ കായിക താരങ്ങൾക്ക് ഇൻ്റർനാഷണൽ മത്സരങ്ങളിലും പങ്കെടുക്കാൻ പറ്റില്ല. ഇതായിരുന്നു അപകടം. അപ്പോൾ അതേപോലത്തെ ഒരു അപകടം ഇപ്പോൾ വന്നിരിക്കുന്ന നമുക്കെല്ലാം സർക്കുലേറ്റ് ചെയ്തിരിക്കുന്ന സ്പോർട്സ് ഗവേണൻസ് ബില്ലിനകത്തുണ്ട്. ആ സ്പോർട്സ് ഗവേണൻസ് ബില്ലുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അത് നാഷണൽ ഫെഡറേഷനുകൾ മാത്രമല്ല റീജിയണൽ സ്പോർട്സ് ഫെഡറേഷൻസിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. റീജിയണൽ അവർ സ്റ്റേറ്റ് അസോസിയേഷൻ പറയുന്നില്ല. കാരണം അത് അവർക്ക് വളരെ കൃത്യമായ രീതിയിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് അസോസിയേഷൻ പറയാതെ ഒഴിഞ്ഞു മാറി. കാരണം സ്പോർട്സ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ആ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് സ്റ്റേറ്റ് അസോസിയേഷൻ്റെ ഒരു വാക്കുകളോ അല്ലെങ്കിൽ ജില്ലാ അസോസിയേഷൻ്റെ ഒന്നും തന്നെ അതിനകത്ത് പ്രതിപാദിക്കാതെ ഗവൺമെൻറ് പോയത് റീജിയണൽ സ്പോർട്സ് ഫെഡറേഷൻ ആൻഡ് ദെയർ അസോസിയേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വളരെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, അതായത് സംഘടനയുടെ അംഗീകാരത്തിന് ദോഷം ചെയ്യും. ഇതിനകത്ത് വേറൊരു അപകടമുണ്ട്. ഇത് ശരിക്കും പൊളിറ്റിക്കലായിട്ട് ഇതിനകത്ത് പല കാര്യങ്ങളും ഇടപെടാനുള്ള ഒരു സാഹചര്യത്തിനകത്തുണ്ടാവും. ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരെന്ന രീതിയിൽ കാര്യങ്ങൾ പോവും. ഒരു ഫെഡറേഷൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണമെന്നുണ്ടെങ്കിൽ അതിനെ പൊളിറ്റിക്കലായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ളൊരു അവസരം ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അത് അപകടമാണ്. അത് എല്ലാ ഫെഡറേഷൻസും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. നാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി വിച്ച് ഈസ് ദ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ കൺട്രോളിങ് ദ ഒളിമ്പിക് ആൻഡ് പാരാ ഒളിമ്പിക് ഡിസിപ്ലിൻസ് ഇൻ ദ വേൾഡ്. അതാണ് നമ്മുടെ ഈ
ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഫെഡറേഷൻസ് ആയാലും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് അസോസിയേഷൻസ് ആയാലും, നമ്മുടെ ജില്ലാ അസോസിയേഷൻ ആയാലും, അതെല്ലാം നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായിട്ട് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫെഡറേഷൻസും നമുക്കൊരു ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ പാലിക്കുന്നോ ഇല്ല എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇങ്ങനൊരു നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു സ്പോർട്സ് റെഗുലേറ്ററി ബോഡി കൊണ്ടുവന്ന് അവർ അംഗീകരിക്കുന്നതിന് മാത്രമേ ഇന്ത്യയിൽ കായിക രംഗത്ത് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്, ഒരു പക്ഷേ അത് ഭാവിയിൽ അങ്ങനെ തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. ഇറ്റ് ഈസ് ഫങ്ഷനിങ് അറ്റ് ദ പ്രൊവിഷൻ. നമ്മളായാലും ഇപ്പം നാഷണൽ ഫെഡറേഷൻസ് ആയാലും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആയാലും പ്രവർത്തിക്കുന്നത് ഒളിമ്പിക് ചാർട്ടറിൻ്റെ അതിനനുസൃതമായി പ്രവർത്തിക്കണം. ഇൻ്റർനാഷണൽ ഫെഡറേഷൻസിനും ആ ഒളിമ്പിക് ചാർട്ടർ ബാധകമാണ്. ആ ഇൻ്റർനാഷണൽ ഫെഡറേഷൻസ് റെഗുലേഷൻസ് നാഷണൽ ഫെഡറേഷന് ബാധകമാണ്. നാഷണൽ ഫെഡറേഷൻ്റെ റെഗുലേഷൻസ് സ്റ്റേറ്റ് അസോസിയേഷൻ ബാധകമാണ്. അപ്പോൾ അത് വളരെ രീതിയിൽ ഉള്ള ഒരു അപകടം ഉണ്ടാക്കി വയ്ക്കും. അടുത്തത് ദ ഒളിമ്പിക് ചാർട്ടർ സ്പെസിഫിക്കലി ഇൻ ചാപ്റ്റർ 2 കൃത്യമായിട്ട് പറയുന്നുണ്ട്. starts the independency of International Olympic Committee and National Olympic Committee and states that IOC and NOC must be independent and autonomous. വളരെ കൃത്യമായിട്ട് ഒളിമ്പിക് ചാർട്ടറിൽ പറയുന്നുണ്ട്. വേറൊന്നുകൂടെ അതിൽ പറയുന്നുണ്ട്. It also states that IOC, NOC, International Federation must resist all pressures of any kind, whether political, religious, commercial or other that might interfere with the proper functioning of the Olympic movement and its governing bodies. വളരെ കൃത്യമായിട്ടാണ് ഒളിമ്പിക് ചാർട്ടർ പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഇൻ്റർഫിയറൻസും സ്പോർട്സ് ഓർഗനൈസേഷൻ, പ്രത്യേകിച്ച് നാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മേളിലോ അല്ലെങ്കിൽ നാഷണൽ ഫെഡറേഷൻ്റെ മേളിലോ ഗവൺമെൻറ് കൊണ്ടുവരാനുള്ള അധികാരമില്ല എന്ന് ഒളിമ്പിക് ചാർട്ടർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. The Olympic Charter is very clear, also very clear about the relations with government. It states that government shall not interfere in the affairs of National Olympic Committee or the International Federation, nor shall they use the Olympic movement for political purpose. ഇങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒളിമ്പിക് ചാർട്ടറിൽ ഇങ്ങനെ ഇതേ വേർഡ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗവൺമെൻറ്റിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സ്പോർട്സ് റെഗുലേറ്ററി ബോർഡ് എന്ന ആശയം ഒരു ഒളിമ്പിക് ചാർട്ടറിന് കോൺട്രഡിക്ഷൻ ഉണ്ടാകും. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ദ പ്രപ്പോസ്ഡ് സ്പോർട്സ് റെഗുലേറ്ററി ബോർഡ് ക്ലിയർലി കോൺട്രഡിക്ട് വിത്ത് ദി ഒളിമ്പിക് ചാർട്ടർ. വളരെ ക്ലിയറാണ്, അത് ഒളിമ്പിക് ചാർട്ടറിന് വിരുദ്ധമാണ്. റെക്കഗ്നേഷൻ ഓഫ് നാഷണൽ ഫെഡറേഷൻ ഇസ് ദ പ്രെറോഗേറ്റീവ് ഓഫ് ദ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ. അതായത് ഒരു നാഷണൽ ഫെഡറേഷൻ അംഗീകാരം കൊടുക്കണമെങ്കിൽ അത് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ തീരുമാനിക്കണം. ലൈക്ക്വൈസ് റെക്കഗ്നൈസിംഗ് സ്റ്റേറ്റ് സ്പോർട്സ് അസോസിയേഷൻ ഇസ് ദ പ്രെറോഗേറ്റീവ് ഓഫ് ദി നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻ. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുക. നമ്മുടെ ചാർട്ടറിലും ഒളിമ്പിക് ചാർട്ടറിലും നമ്മുടെ ഇൻ്റർനാഷണൽ ഫെഡറേഷൻസും നമ്മുടെ നാഷണൽ ഫെഡറേഷൻ ഫോളോ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് റെഗുലേറ്ററി ബോർഡ് ശരി. അവർ റെഗുലേറ്ററി ബോർഡ് അപ്പം നമ്മൾ പിന്നെ ഒരു സജഷൻ ഇപ്പം വെച്ചിരിക്കുന്നു. നമ്മളായാലും ശരി, അതേപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, നമ്മളിപ്പം എല്ലാ ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് നമ്മൾ യോഗം കൂടിയപ്പോൾ നമ്മളെടുത്ത ഒരു സ്റ്റാൻഡ്, കേരള ഒളിമ്പിക് എടുത്ത സ്റ്റാൻഡ് എന്ന് വെച്ചാൽ റെഗുലേറ്ററി ബോർഡ് ക്യാൻ ഇഷ്യൂ certain guidelines to be followed by the National Olympic Committee, National Sports Federation that are not contradicting with Olympic Charter nor International Sports Federation guidelines for getting recognition from the government for administrative, technical and financial support. അതായത് ഒരു ഫെഡറേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അസോസിയേഷൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ്, ടെക്നിക്കൽ, ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെൻറ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങൾ, ചില നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ചില ഗൈഡ് ലൈൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പുറപ്പെടുവിക്കാം എന്ന് പറയുമ്പോൾ അത് ഫെഡറേഷന് കൊടുക്കുന്ന അംഗീകാരമായിട്ട് കാണാൻ പറ്റില്ല. അംഗീകാരം കൊടുക്കേണ്ടത് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ്. അത് തന്നെയാണ് നമ്മുടെ ഇവിടെ ഈ ഗവർണൻസ് ബില്ലുമായിട്ട് എടുത്തിരിക്കുന്ന നമ്മുടെ ഒരു നിലപാട്. നാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ആൻഡ് നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻസ് ആർ ബൗണ്ട് ടു ഫോളോ ദ ലോ ഓഫ് ദ ലാൻഡ് എന്നുള്ള കാര്യം നമ്മൾ സമ്മതിക്കുന്നുണ്ട്. ഇവിടെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ആ നിയമം ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് വിത്ത് ദ ഒളിമ്പിക് ചാർട്ടർ നോർ international federation guidelines. It is the responsibility of the National Olympic Committee to bring to the notice of the government if any such guidelines are overlapped. നമ്മൾ വെച്ച നിർദ്ദേശം എന്താ വെച്ചാൽ ഒരു കാരണവശാലും നമ്മളൊരു ലോ ഓഫ് ദ ലാൻഡ് നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ട്. ആ ലോ ഓഫ് ലാൻഡ് എങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ഫെഡറേഷൻ അംഗീകരിക്കുന്ന ഉത്തരവാദിത്തം ഒരു കാരണവശാലും ഒരു സ്പോർട്സ് റെഗുലേറ്ററി ബോഡിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ഇനി
ഒളിമ്പിക് ചാർട്ടറുമായിട്ടോ അല്ലെങ്കിൽ ലോ ഓഫ് ദ ലാൻഡുമായിട്ടോ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും വ്യവസ്ഥയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ വിവരം ഗവൺമെൻറ് അടുത്ത് കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഒളിമ്പിക് കമ്മിറ്റിക്ക് ഉണ്ട് എന്ന് നമ്മളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അത് ഒളിമ്പിക് കമ്മിറ്റിയായിട്ട് ആലോചിച്ചിട്ട് വേണം ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. സോ ദ പ്രപ്പോസൽ ഓഫ് സ്പോർട്സ് റെഗുലേറ്ററി ബോർഡ് ഓഫ് ഇന്ത്യ ഈസ് ടു ബി റീകൺസിഡേർഡ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. റീകൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാവുക, അംഗീകാരം കൊടുക്കുന്ന നിയമം കൊണ്ടുവരാവില്ല, ബാക്കിയുള്ള നിയമങ്ങൾ കൊണ്ടുവരാം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. There is also mention of the regional sports federations and its affiliated units. ഈ ഗവേണൻസ് ബില്ലിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള പേജ് വായിച്ചു കഴിഞ്ഞാൽ റെഗുലേറ്ററി സ്പോർട്സ് ഫെഡറേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ ക്ലിയർ, സ്റ്റേറ്റ് അസോസിയേഷൻ ഒന്നും പറയുന്നില്ല, റീജിയണൽ സ്പോർട്സ് ഫെഡറേഷൻസ് പറഞ്ഞങ്ങ് പോകുന്നേ ഉള്ളൂ. This also needs to clarify. This also needs clarity to which whether it is related to state sports associations or district sports associations. ഒരു ക്ലാരിറ്റി വേണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വെറും റീജിയണൽ സ്പോർട്സ് ഫെഡറേഷൻ ഇപ്പം നമ്മളിപ്പം അസ്യൂം ചെയ്യുന്നത് സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ് അസോസിയേഷൻ ആയിരിക്കാം എന്നാണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലാരിറ്റി വേണം. ബാക്കി എല്ലാ ഡെഫിനേഷനും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിന് ക്ലാരിറ്റി വരുത്തിക്കൂടെ? ഇത് ക്ലാരിറ്റി വന്നാൽ മാത്രമേ ബാക്കി ഇതുമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. If that is so, the draft sports governance bill is again contradicts with the National Sports Development Code of 2011 and again the affidavit filed by the Government of India in the Delhi High Court. ഇത് ഈ പറയുന്ന റീജിയണൽ സ്റ്റേറ്റ് അസോസിയേഷൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസ്ട്രിക്ട് അസോസിയേഷൻ്റെയും കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ 2011 ഒരു സ്പോർട്സ് കോഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ 2017 നാഷണൽ സ്പോർട്സ് ഗുഡ് ഗവേണൻസ് ബില്ലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഗവൺമെൻറ് നമ്മളല്ല, ഫെഡറേഷൻസ്. അതിലൊന്നിനും തന്നെ സ്റ്റേറ്റ് അസോസിയേഷൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദി നാഷണൽ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് കോഡ് 2011 ഈസ് സൈലൻ്റ് അബൌട്ട് ദി സ്റ്റേറ്റ് സ്പോർട്സ് അസോസിയേഷൻ ആൻഡ് ഡിസ്ട്രിക്ട് സ്പോർട്സ് അസോസിയേഷൻ എന്ന് പറയുന്ന അവസരത്തിൽ ബട്ട് ദി 2022 ജഡ്ജ്മെൻറ്റ് ഓഫ് ഓണറബിൾ ഹൈക്കോർട്ട്, അതെനിക്ക് തോന്നുന്നു കബഡി ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൻ്റെ ജഡ്ജ്മെൻ്റാണെന്ന് എൻ്റെ ഓർമ്മ. 2022 ജഡ്ജ്മെൻറ്റ് ഓഫ് ഓണറബിൾ ഡൽഹി ഹൈക്കോർട്ട് സ്റ്റേറ്റ്സ് ദാറ്റ് NSCD നാഷണൽ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് കോഡ് 2011 ഈസ് ആപ്ലിക്കബിൾ ടു NSF ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്സ്. ഇതാണ് ജഡ്ജ്മെൻറ്റ്. അതായത് 2022 ഓഗസ്റ്റിൽ ഇറങ്ങിയ ജഡ്ജ്മെൻറ്റാണ്. ആ ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് നാഷണൽ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് കോഡ് നമ്മളെപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഫെഡറേഷൻസും അതൊന്നും തന്നെ സ്റ്റേറ്റ് അസോസിയേഷനെ ചെയ്യാൻ പറയുന്നില്ല. പക്ഷേ 2022 ഇറങ്ങിയ ഒരു ജഡ്ജ്മെൻറ്റ് ഡൽഹി ഹൈക്കോർട്ടിൽ, ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട് നാഷണൽ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് കോഡ് ഫെഡറേഷന് മാത്രമല്ല അവരുടെ അസോസിയേറ്റ്സും ഫോളോ ചെയ്യണം. അവരുടെ അസോസിയേറ്റ്സ് പറയുന്നത് ആരാണ്? അവരുടെ അസോസിയേറ്റ്സ് സ്റ്റേറ്റ് അസോസിയേഷൻ, ഡിസ്ട്രിക്ട് അസോസിയേഷനാണ്. അതാണ് ഇതിനകത്ത് കിടക്കുന്ന ആ ജഡ്ജ്മെൻറ്റ് ഇതുവരെ റിവേഴ്സ് ചെയ്തിട്ടില്ല. അത് മനസ്സിലായിക്കോളൂ. അപ്പോൾ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് കിടപ്പുണ്ട്. 2022 ജഡ്ജ്മെൻറ്റ് ഡൽഹി ഹൈക്കോർട്ടിൽ വന്നിരിക്കുന്നത് കബഡി ഫെഡറേഷൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്.